ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നടനും ഹാസ്യതാരവുമായ നിർമ്മൽ പാലാഴിയെ ഒരു പെണ്ണ് പറഞ്ഞു പറ്റിച്ച് 40,000 രൂപ അടിച്ചു മാറ്റി കൊണ്ടുപോയി. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം തന്റെ ഫേസ്ബുക്കിൽ നിർമ്മൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് റിയാക്ഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ മറ്റൊരു ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്നില്ല. നമുക്ക് നേരെ ആ പോസ്റ്റ് പോയി ഒന്ന് വായിച്ചു നോക്കാം. കുറച്ചു ദിവസം മുന്നേ എനിക്കുണ്ടായ ഒരു അനുഭവം ഒന്നിവിടെ എൻ്റെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുന്നു. ഈ നവംബർ 15 വീട്ടിലെ കിണറ്റിൽ ഒരു നായക്കുട്ടി വീഴുന്നു. അതിനെടുക്കാറായി ഇറങ്ങിയ രാജേട്ടന്റെ കൈക്ക് നായക്കുട്ടി കടിക്കുന്നു. രാജേട്ടൻ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഞാൻ മൂപ്പരുമായിട്ട് എൻ്റെ സ്കൂട്ടറിൽ മെഡിക്കൽ കോളേജിൽ പോയി ഇഞ്ചക്ഷൻ എടുപ്പിക്കുന്നു. ശേഷം 1 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരിക്കുവാൻ പറയുന്നു. എനിക്ക് ആണെങ്കിൽ അന്ന് വൈകുന്നേരം മലപ്പുറം ഒരു പ്രോഗ്രാമിന് പോവാനുണ്ടായിരുന്നു. എന്തു ചെയ്യും എന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ പിറകിൽ നിന്നും ഒരു പെൺകുട്ടി, സാർ എന്തുപറ്റി? ഞാൻ അവരോട് നടന്ന കാര്യം പറഞ്ഞു. യൂണിഫോം ഇട്ടിട്ടൊന്നുമില്ലെങ്കിലും കഴുത്തിൽ ടാഗ് കെട്ടി നേഴ്സിംഗ് സ്റ്റാഫാണെന്ന് അവർ സ്വയം പരിചയപ്പെടുത്തി. ചേട്ടൻ പോയിക്കോ, രാജേട്ടന്റെ അടുത്ത് ഞാൻ നിന്നോളാം എന്നവർ പറഞ്ഞപ്പോൾ എനിക്ക് തൽക്കാലം വലിയൊരു ഉപകാരമായി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞ് അവർ എൻ്റെ നമ്പർ വാങ്ങി. അന്ന് രാത്രി ഒരു 7-8 അവർ എന്നെ വിളിച്ചു. അവർ ഡിസ്ചാർജ് ആയിട്ടോ എന്ന് പറഞ്ഞു. ഞാൻ അവരോട് ഒരുപാട് നന്ദിയും പറഞ്ഞു, ബൈ പറഞ്ഞു. ഇതാണ് ഈ പെൺകുട്ടിയെ പരിചയപ്പെടാൻ ഇടയുണ്ടായ സാഹചര്യം. അദ്ദേഹം വെറും വാക്ക് പറഞ്ഞതല്ല. ചിലരൊക്കെ ഒരു ഭംഗിവാക്ക് പോലെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിക്കും. നമ്മൾ വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ, ഇല്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് സ്കൂട്ടായി പോകും. പുള്ളി അങ്ങനെ ചെയ്തില്ല. പുള്ളി ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ ഒരു പ്രോഗ്രാമിന് പോകാനുള്ള ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഇവരെ സഹായിക്കാനായിട്ടൊരു പെൺകുട്ടി വരുന്നത്. അങ്ങനെ ആ പെൺകുട്ടിക്ക് ഇയാളുടെ നമ്പർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് സംഭവം നടക്കുന്നത്. നവംബർ 28 ഞാൻ പാലക്കാട് ധ്യാൻ സിജു വിൽസൺ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയിൽ ഒരു കുഞ്ഞു വേഷത്തിൽ അവസരം കിട്ടിയപ്പോൾ വന്നതാണ്. അന്ന് ഒരു 4:30 ഈ കുട്ടി വിളിക്കുന്നു. സർ, ഞാൻ അന്ന് സാറിന് ഹെൽപ്പ് ചെയ്ത പേര് വെളിപ്പെടുത്തിയിട്ടില്ല, അവിടെ ഡാഷ് ഇട്ടിരിക്കുകയാണ്. ഡാഷാണ്. സാർ ചോദിക്കുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുതേ, എനിക്ക് പെട്ടെന്ന് ഒരു 40,000 രൂപ തരുമോ? കാര്യം ശരി, ഇതൊരു സാധാരണ പറ്റിക്കൽ പരിപാടിയാണെങ്കിലും പറ്റിക്കലൊരു പ്രധാന പരിപാടി എമർജൻസി സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുന്നേയുമുള്ള ചില വീഡിയോസിൽ പറഞ്ഞു. ഒന്ന് ചിന്തിക്കാനുള്ള അവസരം തരാതെ ഒരു എമർജൻസി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ പറ്റിക്കാൻ പോകുന്നവരെ നമ്മൾ സമീപിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ഒരു 40,000 രൂപ തരുമോ? ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് തിരിച്ചു തരാം. ഇത് മീശ മാധവ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ മാളവ് എന്ന് പറയില്ലേ, ആ മാധവ് ഒരു 10 രൂപ തരുമോ? ഇപ്പം തരാം. മാധവൻ ചോദിക്കും, ഇപ്പം തരുമോ? എന്നാൽ പിന്നെ തരാം എന്ന് പറയുന്ന പോലെ 10 മിനിറ്റ് കൊണ്ട് 40,000 രൂപ തിരിച്ചു തരാമെന്ന്. 10 മിനിറ്റുള്ളിൽ കിട്ടുന്ന ഒരു സംഭവമാണെങ്കിൽ എന്തിനാണ് സഹായം അഭ്യർത്ഥിക്കുന്നതെന്ന് അന്ന് ഇദ്ദേഹം ചിന്തിച്ചില്ല എന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം 10 മിനിറ്റ് കൊണ്ട് ലോകം ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് 40,000 രൂപ ചോദിക്കുന്നത് എന്നുള്ളത്. ഇതാണ് അർജൻസി സൃഷ്ടിക്കാനുള്ള പ്രശ്നം. നമുക്ക് ലോജിക്കലി ആലോചിക്കാനുള്ള ഒരു അവസരം ലഭിക്കില്ല. ഞാൻ പറഞ്ഞു, മോളെ, ഞാൻ സിനിമയിൽ അവസരം ലഭിക്കുമ്പോൾ ചെയ്യുന്നു എന്നല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എൻ്റെ കയ്യിൽ ഒരുപാട് പൈസയൊന്നുമില്ല. മാത്രമല്ല, ഉള്ളതെല്ലാം എടുത്ത് ഒരു വീടുണ്ടാക്കാൻ പോകുന്നതിന്റെ കഷ്ടപ്പാടുമാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അവർ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ ഒരു ആരോഗ്യ പ്രവർത്തകയോട് ഇല്ല എന്ന് പറയുവാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. കാരണം അവരുടെ ദാനമാണ് എൻ്റെ ജീവിതം. മാത്രമല്ല, അവരൊരു നേഴ്സാണെന്നാണ് പറഞ്ഞത്. എന്നെ നോക്കിയ നേഴ്സുമാരുടെ ഒരു ഗ്രൂപ്പ് എനിക്കുണ്ട്, എൻ്റെ മാലാഖ കൂട്ടം. പിന്നെ വേറെ ഒന്നും ചിന്തിക്കാതെ ഞാൻ ക്യാഷ് അയച്ചു കൊടുത്തു. 10, 20, 30, 40 മിനിറ്റുകൾ കടന്നുപോയി. ക്യാഷ് തന്നില്ല. വിളിച്ചു നോക്കിയപ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. സ്വാഭാവികം, നമ്മൾ ആൾക്കാർ പറ്റിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ പരിപാടി നമ്പർ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇദ്ദേഹം പറ്റിക്കപ്പെട്ടു. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡോക്ടർ ഷമീർ സാറുമായി അടുത്ത ബന്ധമുള്ളത് കൊണ്ട് വിളിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ വർക്ക് ചെയ്യുന്നില്ലെന്നറിഞ്ഞു. സങ്കടവും ദേഷ്യവും വന്ന ഞാൻ പോലീസ് സൗഹൃദം വെച്ച് ഉടൻ തന്നെ പരാതി കൊടുത്തു. പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ ഓഫീസറും പ്രിയ സുഹൃത്തുമായ രഞ്ജീഷ്, മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ സൈബർ സെൽ ബിജുത്തേട്ടൻ, അവസാനം അസിസ്റ്റന്റ് കമ്മീഷണർ സിദ്ദിഖ് സാർ, അങ്ങനെ എനിക്കറിയാവുന്ന ആളുകളെല്ലാം ഞാൻ വിളിച്ചു. കാരണം എന്നെ പറ്റിച്ചു, അതും ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകളുടെ പേരും പറഞ്ഞ്. അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നിർമ്മല ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ദുരന്തം അറിയാത്തവർക്ക് ഒന്ന് സംശയിച്ചേക്കാം, എന്തുകൊണ്ടാണ് നിർമ്മൽ ഇങ്ങനെ പറയുന്നത്? ഇത്ര കണ്ട് വിശ്വസിക്കാനായിട്ട്. ഓക്കെ, നഴ്സുമാരെന്ന് പറയുന്നത് പൊതുവിൽ എല്ലാവരുടെ ജീവൻ രക്ഷിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ നമ്മളെ പരിചരിക്കുന്ന വ്യക്തികളാണ്. അവരോട് ഇത്ര കണ്ട് സ്നേഹം തോന്നേണ്ട കാര്യം എന്താണെന്ന് ഒരുപക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിർമ്മൽ ഒരിക്കലും ഒരു ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് കാറിടിച്ച് ഇദ്ദേഹത്തിന്റെ ദേഹത്തൂടെ കാർ കയറിപ്പോയി. നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും അവർ നോക്കിയില്ല എന്നാണ് ഇദ്ദേഹം ഒരു അനുഭവത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് നേരെ മിംസിലേക്ക് കൊണ്ടുപോകുന്നു.
അവിടെ എത്തിച്ച് അദ്ദേഹം അധിക സമയം ജീവിച്ചിരിക്കില്ല എന്നാ പറഞ്ഞത്. 2 മണിക്കൂർ പരമാവധി ജീവനോടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ ആരോഗ്യ പ്രവർത്തകർ നൽകിയ പരിചരണം കൊണ്ട് ആ മരണമുഖത്ത് നിന്നും അദ്ദേഹം തിരിച്ചു വന്നു. 19 ദിവസത്തോളം അദ്ദേഹം കോമാ സ്റ്റേജിലായിരുന്നു. അത്രയും കാലം തന്നെ പരിചരിച്ച നഴ്സുമാരോട്, അതാണ് നേരത്തെ പറഞ്ഞത്, എന്നെ പരിചരിച്ച നഴ്സുമാരുടെ ഒരു ഗ്രൂപ്പ്, മാലാഖക്കൂട്ടം, എൻ്റെ മാലാഖക്കൂട്ടം എന്ന പേരിൽ അദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ തന്നെ പരിചരിച്ചിരുന്ന നഴ്സുമാരോടുള്ള സെന്റിമെന്റ്സ് ആണ്, അതാണ് അദ്ദേഹത്തിന്റെ ഒരു ദൗർബല്യം. ആ ദൗർബല്യത്തെയാണ് ഈ പെണ്ണ് ചൂഷണം ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടർ നടപടിക്ക് വേണ്ടി പോയി. പലരും ചെയ്യാത്തൊരു കാര്യമാണ്, പലരും പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കും. പക്ഷെ ഇദ്ദേഹം തുടർ നടപടിക്ക് പോയി. അവസാനം മെഡിക്കൽ കോളേജിൽ ആളെ മനസ്സിലാക്കാൻ ഷമീർ സാറോട് എനിക്ക് കഴിഞ്ഞു. അവർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ താൽക്കാലമായി ജോലി ചെയ്യുന്ന, ഇങ്ങനെയുള്ള ക്രിമിനൽ ഏർപ്പാട് ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലായി. അറിഞ്ഞത് മുഴുവനായിട്ട് എഴുതുന്നില്ല. ഒരുപക്ഷെ ഇതിൽപ്പെട്ട ആൾക്കെതിരെ കൂടുതൽ സൈബർ ആക്രമണം ഇല്ലാതിരിക്കാനായിരിക്കും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരത്തിൽ ഉടായ്പായിട്ട് നടക്കുന്നവർ, പ്രത്യേകിച്ച് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പോലെ വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലത്തേക്ക് തട്ടിപ്പ് നടത്തുന്നവരെ പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ വരുന്ന ആളുകളുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾക്കെല്ലാവർക്കും മനസ്സിലാകും. അവരെ വരെ പറ്റിച്ച് ജീവിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കി മാറ്റി നിർത്തുക തന്നെ വേണം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ആളുകളിലേക്ക് ഐഡന്റിറ്റി പുറത്തുവിടണം. അവരൊക്കെ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടവരാണ്. പോലീസ് സഹായത്താൽ കുറച്ച് ദിവസം കഴിഞ്ഞാണെങ്കിലും അവരുടെ കയ്യിൽ നിന്നും ഇന്നലെ എനിക്ക് എൻ്റെ പൈസ കിട്ടിയെങ്കിലും എനിക്ക് ഒന്ന് നഷ്ടമായി. ഒരാൾ ഒരു സഹായം ചോദിച്ചു വിളിക്കുമ്പോൾ അവരെ സഹായിക്കാനുള്ളൊരു മനസ്സ്, അത് എനിക്ക് എന്നേക്കുമായി നഷ്ടമായി. സത്യത്തിൽ ഈ ഒരു അവസാന വരി വായിച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു റിയാക്ഷൻ ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതുപോലെ ഉഡായ്പകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നതുകൊണ്ട് ഒരാൾ ശരിക്കും ഒരവസ്ഥയിലാണ്, ഒരു സഹായം ലഭിക്കേണ്ട അവസ്ഥയിലാണെങ്കിൽ പോലും സഹായിക്കാൻ മനസ്സുള്ളവരുടെ മനസ്സ് കെട്ടുപോകും. ഇപ്പോൾ നോക്കൂ, ഒരു നേഴ്സാണ് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് അവരെടുത്തു. അത് നിർമ്മലിനെ പോലെ അത്തരം ഒരു ക്രിട്ടിക്കൽ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തി, അയാളുടെ വീക്ക്നെസ്സാണ് ആരോഗ്യ പ്രവർത്തകർ. അത് ഉപയോഗിച്ചിട്ടാണ് ഇവർ പണം തട്ടിയത്. നാളെ ശരിക്കും ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ആരോഗ്യ പ്രവർത്തക നിർമ്മലിനോടൊരു സഹായം ചോദിക്കുമ്പോൾ നിർമ്മൽ അത് ചെയ്യാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ചിലരൊക്കെ നമ്മളോട് വന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിലും മുൻപ് സഹായിച്ചപ്പോൾ ലഭിച്ചിട്ടുള്ള അനുഭവം ഉണ്ടല്ലോ, അത് നമ്മൾക്കൊരു കയ്പുള്ള അനുഭവമായിട്ട് ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. സുഹൃത്തുക്കളായാലും ചിലർക്ക് നമ്മൾ പണം കൊടുത്തിട്ട് അതവർ തിരിച്ചു തരില്ല. നമ്മൾ ചോദിച്ചാൽ അടുത്ത ദിവസം തരാമെന്നൊക്കെ പറയും. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പിന് പോയ ഫോട്ടോസ് കാണാം. അവർ ട്രിപ്പിന് പോകുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന പറയുകയല്ല, നമ്മൾക്ക് മനസ്സലിവ് തോന്നുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ആ ഒരു മനസ്സിനെ പലരും മിസ്യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു അവസ്ഥയിലേക്ക് ആളുകൾ എത്തിച്ചേരും. അദ്ദേഹം പറഞ്ഞത് ഒന്നുകൂടി ഞാൻ വായിക്കുകയാണ്. ഒരാൾ ഒരു സഹായം ചോദിച്ചു വിളിക്കുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ്, അതെനിക്ക് എന്നേക്കുമായി നഷ്ടമായി എന്ന് അദ്ദേഹം പറയുമ്പോൾ നാളെ അദ്ദേഹത്തിന് മുന്നിലേക്ക് ഒരാൾക്ക് ഇനി ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഈ പെൺകുട്ടി ഉണ്ടാക്കി വെച്ചു. ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വിഷയം നടക്കുമ്പോൾ നമ്മൾക്ക് പറയാം, നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹണി ട്രാപ്പാണ് അല്ലെങ്കിൽ മണി ട്രാപ്പാണ്, ഇപ്പോൾ CBI ആണെന്ന് പറഞ്ഞ ആളുകൾ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു നമ്പറിൽ നിന്ന് റാൻഡം വീഡിയോ കോൾ വരാറുണ്ട്. ഇതൊക്കെ നമുക്ക് പറയാം, അറ്റൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവരൊക്കെ പോടാ പുല്ലെന്ന് പറഞ്ഞ് വിട്ടോ എന്ന രീതിയിലൊക്കെ നമുക്ക് അവരോട് പറയാം. പക്ഷെ ഒരാളെ സഹായിക്കാൻ പാടില്ല എന്ന് നമ്മൾക്ക് എങ്ങനെ പറയാൻ കഴിയും? കുറേ നാളുകൾക്ക് മുമ്പ് ഒരു സംഭവമുണ്ട്. കുറേ നാളുകൾ എന്ന് പറയുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. വഴിയിലൂടെ നടന്നുപോയ ഒരാളുടെ കയ്യിൽ നിന്നും നിലത്ത് വീണ ബാഗ് അതൊരു കൊച്ചുകുട്ടി എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ സഞ്ചിയിലുണ്ടായിരുന്ന ബോംബ് പൊട്ടി ആ കുട്ടി മരിച്ചു. വളരെ ദാരുണമായൊരു സംഭവമായിരുന്നു. നമ്മളുടെയൊക്കെ ഹൃദയത്തെ പിടിച്ചുലക്കിയൊരു സംഭവമായിരുന്നു. ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ആരെയിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. നമ്മൾക്ക് നമ്മളുടെ മക്കളോട് ഒരു അപരിചിതൻ തരുന്നത് വാങ്ങിക്കഴിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഒരു അപരിചിതൻ എവിടെയെങ്കിലും വിളിച്ചാൽ പോകരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയും. പക്ഷേ ഒരു അപരിചിതൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും താഴെ വീണു പോകുമ്പോൾ എടുത്തു കൊടുക്കരുത് എന്നെങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയും? ഒരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം വീണു പോകുമ്പോൾ അത് എടുത്തു കൊടുത്ത് അയാളെ സഹായിക്കുക എന്ന് പറയുന്നത് മനുഷ്യത്വപരമായ ഒരു കാര്യമാണ്. അതുണ്ടാകാൻ പാടില്ല എന്നെങ്ങനെ നമ്മൾക്ക് പറഞ്ഞ് ഉപദേശിക്കാൻ കഴിയും? നമുക്കൊരിക്കലും നിർമ്മലിനോട് അല്ലെങ്കിൽ നിർമ്മലെ പറ്റി ചിന്തിക്കുന്നവരോടോ പറയാൻ കഴിയില്ല, നാളെ നിങ്ങളുടെ മുന്നിലേക്ക് സഹായം നീട്ടി വരുന്നവരൊക്കെ ഇതാ നോക്കൂ നിങ്ങളെ പറ്റിക്കപ്പെട്ട് ഇനി ഒരിക്കലും സഹായിക്കരുതെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ സാഹചര്യം അർഹിക്കുന്നൊരവസരമാണ് ഇതുപോലുള്ള ഫ്രോഡുകൾ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഇതുപോലുള്ള ഫ്രോഡുകളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.